ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉറപ്പു നൽകിയ KSRTCയുടെ വനിതാ സൗജന്യ യാത്രയ്ക്കായി KSRTC പിങ്ക് ബസ് ഒരുക്കുമോ അതോ മുഴുവൻ KSRTC ബസ്സുകളിലുമായി സൗജന്യം നീട്ടിത്തരുമോ എന്ന ആശങ്കയിലാണ് കേരളത്തിലെ വനിതകൾ. വിവരം അടുത്ത 2 ദിവസത്തിനുള്ളിൽ മന്ത്രിസഭാ യോഗത്തിനു ശേഷം പുറത്തു വന്നേക്കുമെങ്കിലും ഔദ്യോഗികമാവുക ഗവർണറുടെ നയപ്രഖ്യാപനത്തിലാണ്. അതിനുശേഷം വിജ്ഞാപനമിറങ്ങും. KSRTC ബസ്സിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് സ്ഥാപനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ പദ്ധതി ഏതു രീതിയിൽ നടപ്പാക്കാൻ കഴിയും എന്ന് തലപുകയ്ക്കുകയാണ് അധികൃതർ. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകും. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റും പരിശോധിക്കുന്നത്. ഓർഡിനറിയിൽ ഒതുങ്ങുമോ KSRTCയുടെ സൗജന്യ വനിതാ യാത്ര? UDFന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ പ്രധാനമായിരുന്നു വനിതകളുടെ സൗജന്യ യാത്ര. ശമ്പളം മുടങ്ങുന്ന, പെൻഷൻ പോലും കൃത്യമായി നൽകാൻ കഴിയാത്ത കോർപ്പറേഷൻ എങ്ങനെ ഈ ബാധ്യത എടുത്ത് തലയിൽ വെക്കും എന്നതായിരുന്നു തുടക്കം മുതലേ ഉയർന്ന ചോദ്യം. അതുകൊണ്ട് നമുക്ക് KSRTCയുടെ അവസ്ഥയെക്കുറിച്ച് ആദ്യം നോക്കാം. കേരളത്തിലുടനീളം KSRTCക്ക് 4609 ബസ്സുകളാണുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, വയനാട് ജില്ലകളിലാണ് കൂടുതൽ സർവീസുകൾ. ശരാശരി 20 ലക്ഷം യാത്രക്കാരാണ് സർവീസുകളെ ആശ്രയിക്കുന്നത്. 2026 ജനുവരി മാസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിടുന്നത് KSRTC ആണ്. പ്രതിവർഷം ഏകദേശം 1580 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്കുള്ളത്. ഇന്ധന ചെലവ്, ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ വിതരണം എന്നിവയൊക്കെയാണ് KSRTCയുടെ പ്രധാന ബാധ്യതകൾ. നിലവിൽ ശമ്പളത്തിനായി 50 കോടിയും പെൻഷന് 80 കോടിയും സർക്കാർ നൽകുന്നുണ്ട്. ഇന്ധനവില വർധനവ് മൂലം ഇനി മാസം 3 കോടിയുടെ അധിക ബാധ്യതയും വരികയാണ്. മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചാൽ നഷ്ടമുണ്ടാവുക 112 കോടി രൂപ. ഓർഡിനറി ബസ്സിൽ മാത്രമാക്കിയാൽ 57 കോടി. സിറ്റി, ഫാസ്റ്റ്, ഓർഡിനറി ബസ് എന്നിവയിൽ നടപ്പാക്കിയാൽ 65 കോടി രൂപ. ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ് എന്നിവയിൽ നടപ്പാക്കിയാൽ 90 കോടി എന്നിങ്ങനെയാണ് 3 മാസത്തെ നഷ്ടം കണക്കാക്കിയിരിക്കുന്നത്. ശമ്പളത്തിനും പെൻഷനുമുള്ള സാമ്പത്തിക സഹായത്തിന് പുറമെ ഈ തുക കൂടി KSRTCക്ക് സർക്കാർ നൽകേണ്ടി വരും. KSRTC കഴിഞ്ഞയാഴ്ച നടത്തിയ കണക്കെടുപ്പിൽ യാത്രക്കാരിൽ 50% സ്ത്രീകളാണെന്നാണ് കണ്ടെത്തിയത്. എണ്ണമെടുത്താൽ പ്രതിദിനം 10 മുതൽ 12 ലക്ഷം സ്ത്രീകൾ. കോർപ്പറേഷന്റെ പ്രതിദിന വരുമാനം 7 കോടിയാണ്. വനിതകൾക്കും സൗജന്യം നൽകുന്നതോടെ ഇത് 3.5 കോടിയായി കുറയും. അതായത് ബസ്സുകളിൽ സൗജന്യം നൽകുന്നത് മൂലം KSRTCക്ക് ലഭിക്കുന്ന വരുമാനം നേർപകുതിയാകുമെന്ന് സാരം. പ്രതിമാസം 105 കോടി മുതൽ 112 കോടി വരെ കുറവുണ്ടാകുമെന്നാണ് കണക്ക്. സംസ്ഥാനത്താകെ KSRTC ബസ്സുകളിൽ 3000-ഓളം എണ്ണം ഓർഡിനറിയാണ്. ഇവയിൽ 300 സിറ്റി ഫാസ്റ്റുകളും ഉണ്ട്. പലവിധ പ്രീമിയം സർവീസുകളിലായി 1400 സൂപ്പർ ക്ലാസ് ബസ്സുകളും 300 ഫാസ്റ്റുകളുമുണ്ട്. നിലവിൽ ഒരു ഓർഡിനറി ബസ്സിൽ ദിവസം 700 മുതൽ 1000 പേര് വരെയാണ് യാത്ര ചെയ്യുന്നത്. സീറ്റ് റിസർവേഷനുള്ള ബസ്സുകളിലും സ്വിഫ്റ്റിന് കീഴിലുള്ള ബസ്സുകളിലും സൗജന്യത്തിന് സാധ്യതയില്ല. നിലവിൽ ഓടുന്ന ബസ്സുകളിൽ 1/3 സൂപ്പർ ഫാസ്റ്റിനും മുകളിലുള്ള പ്രീമിയം ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ഓർഡിനറി, ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള സാധ്യത. പദ്ധതി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ആധാർ അടിസ്ഥാനത്തിൽ സ്മാർട്ട് കാർഡ് ഏർപ്പെടുത്താനും ആലോചനയുണ്ട്. സ്ത്രീകൾക്ക് സൗജന്യ യാത്രയ്ക്കായി പിങ്ക് ബസ് നിരത്തിലിറക്കുന്നു എന്ന പ്രചാരണം നേരത്തെ സജീവമായിരുന്നു. എന്നാൽ ഈ പ്രചാരണങ്ങൾ തെറ്റാണെന്നാണ് ഇപ്പോ ഔദ്യോഗിക വിശദീകരണം. സൗജന്യ യാത്രയുടെ ഗുണം ലഭിക്കുക കുറച്ച് ജില്ലകളിൽ മാത്രമായിരിക്കും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, വയനാട് ഈ ജില്ലകളിലൊക്കെയാണ് ഗണ്യമായ രീതിയിൽ KSRTC സർവീസ് നടത്തുന്നത്. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ ഇത് 25% താഴെയാണ്. UDFന് 16 സീറ്റും നൽകിയ മലപ്പുറത്ത് യാത്രാ സൗജന്യത്തിന്റെ ആനുകൂല്യം കാര്യമായി ലഭിക്കില്ല. കാരണം ഈ ജില്ലയിലെ മൊത്തം ബസ് സർവീസിന്റെ 9.4% മാത്രമാണ് KSRTC ബസ് സർവീസ്. എറണാകുളം ജില്ലയുടെ കാര്യവും ഏറെക്കുറെ ഇതുതന്നെയാണ്. UDFന് 14 സീറ്റും നൽകിയ ജില്ലയിൽ മൊത്തം ബസ് സർവീസിന്റെ 24.7% KSRTCയുടെ സാന്നിധ്യം. അങ്ങനെയെങ്കിൽ ഈ ജില്ലയിലുള്ളവർ സൗജന്യ യാത്രയുടെ ഗുണഭോക്താക്കളാകുക എങ്ങനെ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. അതേസമയം സൗജന്യ യാത്രാ പദ്ധതിയിൽ ട്രാൻസ്ജെൻഡർ വനിതകളെയും ഉൾപ്പെടുത്തിയേക്കും എന്ന സൂചനയും വരുന്നു. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. അയൽ സംസ്ഥാനങ്ങളായ കർണാടകയുടെയും തെലുങ്കാനയുടെയും മാതൃകയിൽ തന്നെയാണ് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെടുത്തി UDF സർക്കാർ
സംസ്ഥാനത്തും ഈ പദ്ധതി നടപ്പാക്കുന്നത്. കോൺഗ്രസ് സർക്കാരിന്റെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നായ ശക്തി സ്കീം 2023 ജൂൺ 11 മുതലാണ് കർണാടകയിൽ ആരംഭിച്ചത്. സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ടിക്കറ്റ് തുക സർക്കാർ പിന്നീട് ഗതാഗത കോർപ്പറേഷനുകൾക്ക് തിരികെ നൽകുകയാണ് അവിടെ ചെയ്യുന്നത്. എന്നാൽ സർക്കാർ ഈ തുക പൂർണ്ണമായും കൃത്യസമയത്ത് കൈമാറാത്തത് അവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ശക്തി പദ്ധതി തുടങ്ങിയതിനു ശേഷം 13,000 കോടിയിലധികം രൂപ സർക്കാർ നൽകിയിട്ടുണ്ടെങ്കിലും 4,000 കോടിയിലധികം രൂപ കർണാടകയിലെ 4 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്കായി ഇനിയും നൽകാനുണ്ട്. 2023 ജൂൺ 11 മുതൽ 2025 ജൂൺ വരെയുള്ള കണക്കുകൾ അനുസരിച്ച് 474 കോടി സ്ത്രീകളാണ് കർണാടകയിൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയത്. തെലുങ്കാനയിലും സമാനമായ രീതിയിൽ തന്നെയാണ് സൗജന്യ യാത്ര. തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർമാർക്കും എല്ലാ ഓർഡിനറി ബസ്സുകളിലും സിറ്റി ടൗൺ ബസ്സുകളിലും 30 കിലോമീറ്റർ വരെയാണ് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നത്. ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി പിങ്ക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ബംഗാളിൽ അധികാരമേറ്റ BJP സർക്കാരും സമാനമായ പദ്ധതി നടപ്പാക്കാൻ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതത്തിൽ പദ്ധതിക്ക് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് അയൽ സംസ്ഥാനങ്ങളിലെ അനുഭവം പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ടുള്ളത് സാമ്പത്തിക ലാഭമാണ്. കുടുംബ ചെലവ് കുറയും. തെലങ്കാനയിലെ സ്ത്രീകൾക്ക് പ്രതിമാസം 2,500 രൂപ വരെ ലാഭിക്കാൻ കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ. സൗജന്യ യാത്ര ദൂരെയുള്ള തൊഴിലവസരങ്ങൾ കൂടി സ്വീകരിക്കാൻ സ്ത്രീകൾക്ക് വഴിയൊരുക്കും. ബസ്സുകളിലും പൊതു ഇടങ്ങളിലും സ്ത്രീ സാന്നിധ്യം കൂടുന്നത് സഞ്ചാര സ്വാതന്ത്ര്യവും സുരക്ഷയും വർദ്ധിപ്പിക്കും. വിനോദത്തിനായി യാത്ര ചെയ്യാനും കൂടുതൽ വനിതകൾ തയ്യാറാകും. പദ്ധതി ഗുണകരമാണെങ്കിലും ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. ഈ സൗജന്യ യാത്ര വന്നതോടെ ബസ്സുകളിൽ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കാനിടയുണ്ട്. പദ്ധതി നടപ്പാക്കുമ്പോൾ KSRTCയുടെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയും വരുമാന ഘടനയും ഒരേപോലെ പരിഗണിക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ കോർപ്പറേഷനെ അധിക ബാധ്യതയിലേക്ക് തള്ളിവിടാത്ത പ്രായോഗിക മാതൃകകളാണ് ആവശ്യം. സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യവും പരിഗണിക്കേണ്ടി വരും. മിക്ക സംസ്ഥാനങ്ങളിലും കോർപ്പറേഷനുകൾക്ക് സർക്കാർ നൽകുന്ന പണം കുടിശ്ശികയാകുന്നത് വെല്ലുവിളിയാണ്. ഏതായാലും പദ്ധതി KSRTCക്ക് ബാധ്യതയാകുമോ എന്നത് സർക്കാർ എങ്ങനെ ഇത് നടപ്പിലാക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. വൈകാതെ അക്കാര്യവും നമുക്ക് വ്യക്തമാവുകയും ചെയ്യും. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം സ്പോട്ട്ലൈറ്റിൽ കാണാം.